ഒരു ദിവസം ഞാൻ വന്നപ്പോൾ സാറില്ല. അപ്പോൾ ചന്ദ്രനെ അമ്മയാണ് ബെല്ലടിച്ചപ്പോൾ വന്നത്. കേട്ടാ ഞെട്ടണ്ട, 85 വയസ്സായി. ആ ബേസിനെടുക്കാനായിട്ട് ഞാൻ കുനിയാനിടയ്ക്ക് കുട്ടി ഛർദ്ദിച്ചിരിക്കണം. ഛർദി വാങ്ങിയത് സതീശ. അയാളുടെ രുചിഭേദങ്ങളെ തൃപ്തിപ്പെടുത്തലാണ് എൻ്റെ. എന്റെ വീണ കമ്പിയെല്ലാം വിലക്കെടുത്തു അവർ, എന്റെ കയ്യിൽ പൂട്ടുവാനൊരു വിലങ്ങു തീർത്തു. നായകനായി മലയാള സിനിമയിൽ വന്ന അനശ്വര നടന്റെ മകൻ ജീവിക്കുന്ന ഭവനമാണിത്. ഒരു പോറ്റമ്മയുടെ ചിറകിൻ കീഴിൽ 4 പതിറ്റാണ്ടിനപ്പുറം മലയാള സിനിമയുടെ നായക നിരയിലെത്തിയ ആ നടൻ വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ അഭിനയിച്ചു. അച്ഛനൊപ്പം അഭിനയിച്ച ജയഭാരതിയും ശാരദയും ഒക്കെ ആ മകന്റെ നായികമാരായി. ഒടുവിൽ ഇരുൾ മൂടിയ അന്ധകാരത്തിലേക്ക് ഒതുങ്ങിക്കൂടിയ ആ നടൻ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന തൻ്റെ ശിഷ്യനെ പ്രൊഫസർ ശ്രീധർ നായർ തൻ്റെ 4 മക്കൾക്കൊപ്പം മൂത്ത മകനായി ചേർത്ത് നിർത്തി. ശ്രീധരൻ നായർക്കൊപ്പം ശ്യാമള നായരും തിരിച്ചറിഞ്ഞു കടലോളം സ്നേഹമുള്ള ആ മകനെ. ആ മകൻ്റെ അമ്മയെ തേടിയാണ് ആമുഖം ചാനൽ ഈ മാതൃദിനത്തിൽ തിരുവനന്തപുരം തമ്പുരാൻ മുക്കിലുള്ള ശ്യാമ എന്ന ഭവനത്തിൽ എത്തിയത്. എൻ്റെ ഒരു മകൻ മാത്രമേ കൂടെയുള്ളൂ. മറ്റു കുട്ടികളൊക്കെ അവരുടെ കൃത്യാന്തര ബാഹുല്യത്തിൽ, അവരുടെ ജോലികളിൽ, അവരുടേതായ സ്ഥലങ്ങളിലുമാണ്. അപ്പോൾ ഈ മകന് ഞാനുമാണ് ഒപ്പം കഴിയുന്നത് കേട്ടോ. അപ്പോൾ അയാളുടെ രുചിഭേദങ്ങളെ തൃപ്തിപ്പെടുത്തലാണ് എൻ്റെ. എല്ലാം സ്വയം ചെയ്യുന്നതാണ് ഇഷ്ടം അല്ലേ? സ്വയം ചെയ്യാൻ ഇഷ്ടമാണ്. എൻ്റെ മനസ്സ് ഞാൻ വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എത്ര വയസ്സായി? വയസ്സ് കേട്ടാ ഞെട്ടണ്ട, 85 വയസ്സായി. 85 വയസ്സായി. തയ്യാറാക്കി കഴിഞ്ഞു. ഇത് പ്രിയപ്പെട്ട അമ്മയുടെ ഒപ്പമുള്ള പ്രിയപ്പെട്ട മകന് വേണ്ടിയാണ്. അദ്ദേഹം അമ്മയുടെ കിടക്കാതെ പോയ മകനാണ്. നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ അനശ്വര നടൻ ശ്രീ സത്യൻ, അദ്ദേഹത്തിൻ്റെ മകൻ സതീഷ് സത്യനാണ് അമ്മയുടെ ആ പ്രിയപ്പെട്ട മകൻ. പൂങ്കടവിൽ കളിവള്ളം തുഴയും കടത്തുകാരനെ കണ്ടോ കണ്ടോ കട. ചന്ദ്ര പ്രസാദം കൊണ്ടുവന്നല്ലേ? പിന്നെ പ്രസാദം കൊണ്ടായിരിക്കോ? അച്ഛാ മുട്ടായി. ഓ മോള് മുട്ടായി വാങ്ങിച്ചോ? ഉണ്ടോ? ആ ഒരു കാര്യം ചെയ് മോള്, അത് സൂക്ഷിച്ച് വെച്ചോ. ഇതാ മോളെ. നോക്ക്, മതിയോ? മതിയേ. മലയാളിയുടെ എക്കാലത്തെയും മികച്ച നടന്മാരിൽ ഒരാളാണ് സത്യൻ. 1912 നവംബർ 9 തെക്ക് തിരുവിതാംകൂറിലെ തിരുമലക്കടുത്തുള്ള ആരമട എന്ന ഗ്രാമത്തിൽ മാനുവലിന്റെയും ലില്ലി അമ്മയുടെയും മൂത്തപുത്രൻ സ്കൂൾ അധ്യാപകനായി തുടക്കം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗം. തുടർന്ന് 1941 രാജ്യം കാക്കുന്ന പട്ടാളക്കാരന്റെ വേഷം. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തി തിരുവിതാംകൂർ പോലീസായി. ആലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഇൻസ്പെക്ടറായി ജോലി നോക്കുന്ന സമയത്താണ് സിനിമയിലേക്കുള്ള കടന്നുവരവ്. അക്കാലത്ത് നാടകങ്ങളിലും ചില വേഷങ്ങൾ ചെയ്തു. 1951 ത്യാഗസീമ എന്ന സിനിമയിലൂടെ മലയാളിയുടെ മുന്നിൽ എത്താൻ കൊതിച്ചെങ്കിലും സിനിമ പുറത്തിറങ്ങിയില്ല. പോലീസ് ഉദ്യോഗവും രാജിവെച്ചിരുന്നു. ഒടുവിൽ സിനിമയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സത്യൻ എന്ന പേര് ചുരുക്കി ആത്മസഖി എന്ന ചിത്രത്തിലൂടെ മലയാളിക്ക് പ്രിയപ്പെട്ട നടനായി.
മലയാളത്തിൽ 150-ലേറെ ചിത്രങ്ങളിൽ മിന്നിത്തിളങ്ങി. 1971 ജൂൺ 15 രക്താർബുദത്തെ തുടർന്ന് സത്യൻ അന്തരിച്ചു. ശ്രീമതി ജെസ്സിയായിരുന്നു ഭാര്യ. 1946 മെയ് 3 വിവാഹം. 3 ആൺമക്കൾ: പ്രകാശ് സത്യൻ, സതീഷ് സത്യൻ, ജീവൻ സത്യൻ. 3 മക്കളും കണ്ണിന് കാഴ്ച ഇല്ലാത്തവരായിരുന്നു. 2014 ഏപ്രിൽ 15 പ്രകാശ് സത്യൻ അന്തരിച്ചു. ജീവൻ സത്യൻ കുടുംബമായി ജനറൽ ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്നു. പാതിവഴിയിൽ സിനിമയും ജീവിതവും മുറിഞ്ഞു പോയപ്പോൾ സതീഷ് സത്യനെ തങ്ങളുടെ കുടുംബത്തോട് ചേർത്ത് പിടിച്ച ശ്യാമള നായർ എന്ന അമ്മ ഈ മാതൃദിനത്തിൽ മലയാളത്തിന്റെ മാതൃകയായി ഉയർത്തിപ്പിടിക്കുകയാണ്. അമ്മയുടെ മക്കളെല്ലാം പല നാടുകളിൽ ജീവിക്കുമ്പോൾ ഇവിടെ അമ്മയ്ക്ക് കൂട്ട് ഈ മോനും, മോന് കൂട്ട് ഈ അമ്മയുമാണ്. ഓരോ ദിവസം കഴിയും തോറും ഈ അമ്മ മകന്റെ സ്നേഹത്തിന്റെ അളവ് ഉയരുകയാണ്. ഞങ്ങളുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്നിട്ട് ഒരു 50 വർഷത്തോളം പുറകോട്ട് പോകേണ്ടി വരും. ക്രമേണ അപ്പോൾ മകൻ്റെ സ്ഥാനത്ത് നിന്ന് പിച്ച വെച്ച് കുടുംബത്തിലേക്ക് കയറി മറ്റു കുട്ടികളുടെ ഒപ്പം സ്നേഹാദരങ്ങൾ പങ്കിട്ട് അങ്ങനെ വളർന്നിട്ട് പിന്നെ യാതൊരു വ്യത്യാസമില്ലാതെ അദ്ദേഹത്തിൻ്റെയും എൻ്റെയും മൂത്ത മകനും എൻ്റെ മക്കളുടെ ജ്യേഷ്ഠ സഹോദരനും പിന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുത്തശ്ശൻ തന്നെ വിളിക്കുന്ന കുട്ടികളുണ്ട്. ചെറിയ തലമുറക്കാരൊക്കെ വിളിക്കുന്നത് അയാളെ മുത്തശ്ശൻ എന്നാണ് കേട്ടോ. പ്രായം കൊണ്ട് സ്ഥാനം കൊണ്ടും അയാൾ മുത്തശ്ശനാണല്ലോ. അങ്ങനെ മുത്തശ്ശാന്ന് വിളിക്കുന്ന ആ കൊച്ചുമക്കൾ വരെ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അതിലൊരു മെമ്പറാണ്. സന്തോഷത്തോടുകൂടി അയാൾക്ക് വെച്ചുണ്ടാക്കി കൊടുക്കാൻ കിട്ടുന്ന അവസരം എനിക്ക് വാർദ്ധക്യമാണെങ്കിൽ പോലും ഈശ്വരൻ അതിന് സാധിക്കുന്നു. പ്രത്യേകിച്ച് പാചകം ഇഷ്ടമുള്ള എനിക്ക് അത് ചെയ്തു കൊടുക്കാൻ ദൈവം അവസരം തരുന്നു എന്നുള്ളതിൽ നന്ദിപൂർവ്വം ഞാൻ ഭഗവാനെ സ്മരിക്കുന്നു. സതീഷ്, മക്കളെ ഊണ് കഴിക്കാറായോ? എല്ലാവരും അതൊരു കാര്യം പറയട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 36 വർഷമായിട്ട് എൻ്റെ സ്വന്തം അമ്മയായിട്ട്, എൻ്റെ സ്വന്തം അമ്മയാണ് അങ്ങനെ എന്നെ സ്നേഹിക്കുകയും എന്നെ ശാസിക്കുകയും എന്നെ പരിപോഷിപ്പിക്കുകയും വാത്സല്യം കൊണ്ട് എല്ലാ തരത്തിലും എനിക്ക് സന്തോഷം പകർന്നു തരുന്ന ഒരാളാണ് അമ്മ. BA ആണ് ശ്രീനാഥ് സാറ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് ലെക്ചറായിട്ട് വന്നു. എന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ എൻ്റെ ഫസ്റ്റ് ഇയറിൽ അദ്ദേഹം ലിറ്റററി ക്രിറ്റിസിസവും ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജുമാണ് പഠിപ്പിച്ചത്. 2ാം വർഷം ആയപ്പോഴാണ് എനിക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങി എന്നുള്ളത് വിവരം ഞാൻ വീട്ടിൽ അറിയിക്കുകയും പപ്പയും മമ്മിയും ഒക്കെ എന്നെ ഈ ശ്രീധരൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി എനിക്ക് പല കാര്യങ്ങളും ഈ ബോർഡിൽ എഴുതുന്ന പലതും അല്ലെങ്കിൽ കാണാനുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്ക് ട്യൂഷൻ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അന്ന് മുതലാണ് ആ വീട്ടിൽ സാറിൻ്റെ ശിഷ്യനായിട്ട് വീട്ടിൽ പഠിക്കാനായിട്ട് പോയത്. ഒരു ദിവസം ഞാൻ വന്നപ്പോൾ സാറില്ല. അപ്പോൾ ചന്ദ്രനെ അമ്മയാണ് ബെല്ലടിച്ചപ്പോൾ വന്നത്. വാതിൽ തുറന്നു. അപ്പോൾ ഞാൻ സാറെ പുറത്ത് പോയി അത്യാവശ്യമായിട്ട് സതീഷ്, അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ വിളിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. ശരി അമ്മേ എന്ന് വിളിച്ചപ്പോൾ അമ്മ എന്ന് സത്യത്തിൽ ഒന്ന് ഞെട്ടി. എന്നെക്കാളും 10, 12, 13 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അമ്മയ്ക്ക്. എന്നാൽ തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ, എന്നെ തന്നെയാണോ ഇയാൾ അമ്മയെന്ന് വിളിച്ചത്. ഈ വിവരം അമ്മ ശ്രീധരനാഥ് സാറിനോട് പറയുണ്ടായി. അപ്പോൾ സാറ് പറഞ്ഞു, പോടോ, അയാൾ അങ്ങനെ അല്ല വിളിച്ചത്, എനിക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. മദ്രാസിൽ പപ്പയുടെ മരണവും കഴിഞ്ഞു. ആ സമയത്ത് മദ്രാസിലേക്ക് ഞാൻ പോയി. ആ സമയത്ത് ആണ് ഞാൻ സാറിനും അമ്മയ്ക്കും അവിടുന്ന് ഒരു കത്തെഴുതിയത്. ടു മൈ എവർ റെസ്പെക്റ്റഡ് സർ ആൻഡ് മൈ മോസ്റ്റ് ബിലവഡ് അമ്മ എന്നിട്ട് അപ്പോൾ ഇതിലാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, ആ കുട്ടി അറിയാണ്ടൊന്നും വിളിച്ചതല്ല, പക്ഷേ അറിഞ്ഞുകൊണ്ട് വിളിച്ചതാട്ടോ. എനിക്ക് തോന്നുന്നു അമ്മയെ ആദ്യമായിട്ട് കണ്ടതെന്ന് മുതൽ എൻ്റെ മനസ്സിൽ അമ്മയായിട്ട് ഞാൻ കണ്ടിരുന്നു. അമ്മയ്ക്കോ
എൻ്റെ ഈ കാഴ്ചയുടെ പ്രശ്നം ഒരു അനുകമ്പയും കൂടെ എനിക്ക് തന്നിരുന്നു. സാധാരണ കുട്ടികളോടുള്ള സ്നേഹമല്ലാതെ ഒരു അനുകമ്പ. അപ്പോൾ പിന്നെയൊക്കെ ഞാൻ വിചാരിക്കും ഇനി അനുകമ്പ ബേസ്ഡായിട്ടാണോ ഞാൻ ഇയാളെ ഇങ്ങനെ സ്നേഹിക്കണത് എന്നെൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പോലും ഉണ്ട്. ഒരു ദിവസം സാറ് ഉണ്ടായിരുന്നില്ല. എൻ്റെ 2 വയസ്സായ കുട്ടിക്ക്, അതായത് അയാൾക്ക് തീരെ സുഖമില്ലായിരുന്നു വെച്ചാൽ കിടന്നിട്ട് അയാളെ എടുക്കാൻ പറ്റുന്നില്ല. ഈ കഴുത്തിൻ്റെ അടിയിലായിട്ട് ഭയങ്കര വേദനയാണ്, കഴുത്തിങ്ങനെ. അപ്പോൾ ഒട്ടും വിഷമിക്കേണ്ട അമ്മ. അപ്പോൾ ഇവനൊന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. ബേസിൻ്റെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ആ ബേസിനെടുക്കാനായിട്ട് ഞാൻ കുനിയനിടയ്ക്ക് കുട്ടി ഛർദ്ദിച്ചിരിക്കണം. ഛർദി വാങ്ങിയത് സതീശ. 2 കൈയും അവൻ്റെ വായ്ക്ക് താഴെ, ഈ 2 കൈയും പിടിച്ചിരിക്കണം. അയ്യോ, വേറൊരാൾ എൻ്റെ മനസ്സിലപ്പോഴും പിന്നൊരു കുട്ടിയുടെ കയ്യിലേക്കല്ലേ എൻ്റെ മകൻ ഛർദ്ദിച്ചതെന്നാണ്. അപ്പോൾ ഇയാളുടെ മുഖത്തെ വാത്സല്യവും എൻ്റെ മകൻ ആശ്വാസത്തോടെ ഇവൻ്റെ കൈ 2 വയസ്സായ കുട്ടി വിശ്വസിച്ച് ഈ കയ്യിലേക്ക് ഛർദ്ദിക്കണത് കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ അനുഭവിച്ചത് ഈശ്വരനും എനിക്കും മാത്രമേ അറിയാവൂ. പിന്നെ ആ തുളുമ്പിയ കൈ കൊണ്ടുവന്ന് അയാൾ വാഷ് ബേസിനെ കളഞ്ഞ് കൈ കഴുകാൻ കൊടുത്തു. ഞാൻ സോപ്പൊക്കെ കൊടുത്തു. തിരിച്ച് ഞാൻ തന്നെത്താൻ ആലോചിച്ച് കരയാൻ തുടങ്ങി. അച്ഛൻ വന്നപ്പോൾ ഞാനത് പറഞ്ഞ് കരഞ്ഞു. ഞാൻ വിചാരിച്ചു പിറക്കാതെ പോയ ഏട്ടൻ തന്നെയാണ് എൻ്റെ കുട്ടിക്ക്, ഇവൻ തന്നെയാണ് എൻ്റെ മൂത്ത മകൻ. ആ കൊച്ചുകുട്ടി ഇവനോട് കാണിച്ച വിശ്വാസവും സ്നേഹവും അവന് ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അതല്ലേ അമ്മ, 4 പേരും അങ്ങനെ തന്നെയല്ലേ. അത് ഞാൻ തോന്നി ആർക്ക് അത് ഒരു ദീനജനാനുകമ്പ കൊണ്ട് തോന്നിയതല്ല. അത് അവന് അങ്ങനെ തോന്നിയതല്ല, ഒരു അനുകമ്പ കൊണ്ട് ചെയ്തതല്ല.